എല്ലാവർക്കും നമസ്കാരം. ഷെഫ് അറ്റോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പനീർ മട്ടർ മസാലയാണ്. പനീറും ഗ്രീൻ പീസും ചേർന്ന ഒരു മസാലക്കറി. ഇപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു 3 മണിക്കൂർ നമ്മളിത് നല്ല രീതിയിൽ കുതിർത്താനായിട്ട് മാറ്റി വെച്ചു. നമ്മളിവിടെ പനീർ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ പനീർ ഗ്രില്ല് ചെയ്യാനായിട്ട് 1/4 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് അല്പം പനീർ ഇടുന്നുണ്ട്. പനീർ 20 പീസോളം പനീറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി, അല്പം കാശ്മീരി മുളക് പൊടി, ഒരു നുള്ള് ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ആ മസാല എല്ലാ പനീറിലേക്കും നല്ല രീതിയിൽ മിക്സായി ഒരു 4 മിനിറ്റോളം നമ്മളിനി ജസ്റ്റ് ഒന്ന് ഗ്രില്ല് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഇതായിട്ട് തന്നെ ആ മസാല ശരിക്കും പനീറിലേക്ക് പിടിക്കും. അതിൽ ഒരു അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ടേസ്റ്റായിട്ട് പനീറിൻ്റെ ടേസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും. ഇനി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, അല്പം വെജിറ്റബിൾ ഓയിൽ, അല്പം വെളുത്തുള്ളി, ഇഞ്ചി, അല്പം സവാള, ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു 5 വിസിൽ വരെ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസാല തയ്യാറാക്കേണ്ട ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആദ്യം അതിൽ സാദാ ജീരകം 1 ടീസ്പൂൺ പൊട്ടിച്ചു, പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്കായ, പട്ട, ഇത്രയാണ് ഹോളായിട്ട് ഇട്ട് കൊടുക്കുന്ന ഗരം മസാല. അതിലേക്ക് ചോപ്പി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വളരെ കുറച്ച് ഇട്ട് കൊടുത്തു. വളരെ ചെറിയ വലിപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒരു 2-3 മിനിറ്റോളം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണോളം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. വളരെ ലൈറ്റ് മസാല മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സ്റ്റോക്കിൽ ഓൾറെഡി നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീർ നമ്മൾ ലൈറ്റ് മസാല ഇട്ട് തന്നെ ഗ്രില്ല് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടൊമാറ്റോ നമ്മൾ ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തത് മിക്സിയിൽ അടിച്ചു കൊടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അല്പനേരം കുക്കായി ഒരു 5 മിനിറ്റോളം നമ്മളിതിനെ മസാല ഇട്ടിൽ നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മളതിന് ശേഷം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുള്ള ഗ്രീൻ പീസ് സ്റ്റോക്കോട് കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രീൻ പീസിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കറിയിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓയിൽ എല്ലാം ആ സ്റ്റോക്കിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹോളായിട്ടുള്ള തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടാലും ആ ഫുള്ള് ടേസ്റ്റ് ആ ഗ്രേവിക്ക് കിട്ടും. ആ വെള്ളം ഒരിക്കലും കളയരുത്. നമ്മൾ സ്റ്റോക്കും കൂടിയിട്ട് ഗ്രീൻ പീസിന് അല്പം കൂടി നേരം ആ ഗ്രേവിയിലിട്ട് വേവിക്കുകയാണ്. ആ ഗ്രേവിയുടെ ഫുള്ള് ടേസ്റ്റ് ഇപ്പോൾ ആ ഗ്രീൻ പീസിലേക്ക് വന്നു കിട്ടി. നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ആ മസാലയിലാണ് ഇപ്പോൾ ഗ്രീൻ പീസ് ആവുന്നത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുത്തു. ഒരല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ പച്ച പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാലല്ല. പശുവിൻ പാൽ, തിളപ്പിച്ച പശുവിൻ പാലോ അല്ലാത്ത സാധാ പശുവിൻ പാലോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗാർണിഷായിട്ട് നമ്മളിതിൽ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ആ ഒരു മല്ലിയിലയുടെ ഭംഗിയും എല്ലാം നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി ഗാർണിഷായിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല റിച്ച് ലുക്കുള്ള പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പീസ് കഴിച്ചു നോക്കാം. ഇതിൽ നമ്മൾ കാഷ്നട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റോടെ ആയിട്ടാണത്. അത്യാവശ്യം സ്പൈസി ഉണ്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല റിച്ച്നെസ് ആയിട്ടുള്ള ഫുഡാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം.